വർണ്ണം എന്ന് പറഞ്ഞാൽ കറുപ്പും ചുവപ്പും ഇതൊക്കെ വിവിധങ്ങളായ വർണ്ണങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഒരു പൂക്കളമായി രൂപപ്പെട്ടത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിലുള്ള പൂക്കളങ്ങൾ ഉണ്ടാവണം. ആ പൂക്കളങ്ങളിൽ നമ്മുടെ നാട്ടിന്റെ മനോഹരമായ പാട്ടുകൾ ഉണ്ടാവണം. അപ്പൊ ഒരു പാട്ട് പാടിയാണ് നിങ്ങൾ കൈയടിച്ചു കൂടിക്കൊണ്ട്. കൈയടിക്കുമല്ലോ? നോക്കാന്നല്ല, അതെന്തിനാ നോക്കണത്? ആ കൈയടിച്ച് അല്ലെ, പാട്ടിനനുസരിച്ച് നമുക്ക് ഒരുപാട് നാടൻ പാട്ടുകളുണ്ട് അല്ലേ? നമുക്ക് ഒരുപാട് നാടൻ പാട്ടുകളുണ്ട്. അപ്പോൾ ഒരു നാടൻ പാട്ട്, നമ്മുടെ വീട്ടിൽ പണ്ട് ഒത്തിരി പിണക്കുണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ ഉള്ളിൽ അമ്മയും അച്ഛനും തമ്മിൽ പിണങ്ങും. നിങ്ങൾ പിണങ്ങോ? കാണാൻ ചന്തമുള്ളത് ആൺപിള്ളേർക്കാണോ പെൺപിള്ളേർക്കാണോ? ആദ്യം ഞാൻ ആൺപിള്ളേരോട് ചോദിക്കാം. പെൺപിള്ളേർ പറയല്ലേ? എനിക്കാ അമ്പട മനമേ. ആ കാണാൻ ചന്തമുള്ളത് ആടിനാണോ പെണ്ണിനാണോ എന്ന് ആദ്യം ആൺകുട്ടികൾ പറയട്ടെ. ആൺകുട്ടികൾ പറയൂ. ആണ്. അപ്പൊ കൈതാഴ്ത്തോ? ശരി. ഇനി നിങ്ങൾ മിണ്ടരുതേ. ഇനി കാണാൻ ചന്തമുള്ളത് ആടിനാണോ പെണ്ണിനാണോ എന്ന് പെൺകുട്ടികൾ പറയണം. ആർക്കാണ്? പെണ്ണിന്. അപ്പൊ ഇത് ആർക്ക് വിട്ടുകൊടുക്കണോടെ? ആമ്പിള്ളേർക്ക്. പൂവുള്ള കോഴി പൂവൻ കോഴി ആണല്ലേ എടിപ്പെണ്ണാളെ കാണാനുണ്ടു ചെലയ്യ. പൂവുള്ള കോഴി പൂവൻ കോഴി ആണല്ലേ എടിപ്പെണ്ണാളെ കാണാനുണ്ടു ചെലയ്യ. പൂവൻ കോഴിക്കാണോ പിടക്കോഴിക്കാണോ ഭംഗി? പിടക്കോഴിക്കാണോ ഭംഗി? മണ്ട. ഇവിടെ പൂവൻ കോഴിക്കോ പിടക്കോഴിക്കാണോ ഭംഗി? പൂവൻകോഴിക്കല്ല. പൂവൻകോഴിയുടെ തലയിലില്ലേ പൂവൊക്കെ ഉള്ളത്, നല്ല നീളമുള്ള വാലുള്ള ആർക്കാണ്? പൂവൻകോഴി ആണാണോ പെണ്ണാണോ? അപ്പൊ കാണാൻ ചെന്ന ആണിനാണോ പെണ്ണിനാണോ? അടിക്കണ്ട അമൃതമരെ കൈ. പാടുന്ന കുയിലും മാടുന്ന മയിലും ആണല്ലേ എടിപ്പെണ്ണാളെ കാണാനെന്തു ചെലയ്യ. പാടുന്ന കുയിലും മാടുന്ന മയിലും ആണല്ലേ എടിപ്പെണ്ണാളെ കാണാനെന്തു ചെലയ്യ. പൂവൻകോഴിക്കാണോ പിടക്കോഴിക്കാണോ ഭംഗി? നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി പാട്ടു പാടുന്നത് ആൺകുയിലാണോ പെൺകുയിലാണോ? പീലി നിവർത്തി ആടുന്നത് ആൺമയിലാണോ പെൺമയിലാണോ? അപ്പൊ കാണാൻ ചെന്ന ആണിനാണോ പെണ്ണിനാണോ? പെണ്ണിനെന്ന് ഏതോ ഒരുത്തം വിളിച്ചു പറയുന്നു. ആണിന് അടിയിടാകൈ. കൊമ്പനാന ആണല്ലേ എടിപ്പെണ്ണാളെ കാണാനുണ്ടു ചെലയ്യ. അപ്പൊ കൊമ്പനാനയ്ക്കാണോ പിടിയാനയ്ക്കാണോ ഭംഗി എന്ന് ചോദിച്ചാൽ ഭംഗി കൊമ്പനാനയ്ക്ക്. കൊമ്പനാന ആണാണോ പെണ്ണാണോ? അപ്പൊ കാണാൻ ചെന്നവർക്കാണ്. ഇങ്ങനെയാണ് കവിത പോകുന്നത്. എൻ്റെ ഒരു കുട്ടി കവിതയാണ്, ഞാൻ പണ്ട് എഴുതിയ ഒരു കവിതയാണ്. ഈ കവിതയുടെ അവസാനം നമ്മുടെ ചന്തം നിർണ്ണയിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലാണ്. നല്ല പ്രവൃത്തി ചെയ്യാൻ അല്ലെ? ഗാന്ധി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തു. ഉപ്പ് സത്യാഗ്രഹത്തിന് പോണതിന് മുമ്പ് നല്ല വേര ലൗലിയൊക്കെ ഇട്ട് ഫേഷ്യലൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയാണോ പോയത്? അല്ല. നമ്മുടെ പ്രവൃത്തികളാണ് ഏറ്റവും വലിയ ചന്തം. അത്തരത്തിൽ മനോഹരമായ പാട്ടുകളുടെ ഒരു കൂട്ടമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൈയടിച്ച് കൂടിക്കോണം. ഒരു നാടൻ പാട്ടാണ്. ആ നാടൻ പാട്ട് നമ്മുടെ അമ്മയും അച്ഛനും തമ്മിലുള്ള പിണക്കമാണ്. നിങ്ങളുടെ വീട്ടിൽ അമ്മയും അച്ഛനും തമ്മിൽ പിണങ്ങൂലേ? പിണക്കേ ഉള്ളൂ. അപ്പൊ അതിന് ആ പിണക്കമാണ്. പണ്ട് ഇതിനൊക്കെ പാട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൈയടിച്ച് കൂടിക്കോണം. ആരാരോ ആരിരാരോ ആരാരോ ആരിരാരോ ആരാരോ ആരിരാരോ ആരാരോ ആരിരാരോ എന്നെ കാണാൻ ചന്തം തങ്കക്കൂട്ടം അച്ഛനേക്കാൾ ചന്തം തോന്നും പൊന്നുമോളെ എന്നെ കൊണ്ടാൽ കുങ്കുമമോ ചന്ദനമോ എന്തു നിറം നീ മുത്തേ. പ്ലാവിന്മേലിൽ മാങ്ങയുണ്ടോ പേരക്കൊമ്പിൽ നാരങ്ങയോ എന്റെ നിറം കറുപ്പല്ലടി പിന്നെങ്ങനെ പൊന്നു നിറം. വെറ്റിലയോ പച്ച നിറം പഴുത്തടയ്ക്കായി ഇളം ചുവപ്പ് ചുണ്ണമ്പിനോ വെള്ള നിറം തുപ്പിയാലോ ചുവപ്പു നിറം. ആമമുട്ടേ ആനക്കുട്ടിയോ കോഴിമുട്ടേ പാമ്പു കുഞ്ഞോ കാക്കക്കുട്ടിൽ കുയിലിരുന്നാലോ കൂമ്പഴോ പറക്കുമടി. പെണ്ണിനെന്താ കുറ്റമില്ലേ? പെണ്ണില്ലെങ്കിൽ ജന്മമില്ല. സീത പണ്ടു ചെയ്തതുപോൽ ഞാനും തീയിൽ ചാടണമോ? ഒന്നും രണ്ടടി നമ്മളെന്നും
ഒന്നല്ലേടി ഞാൻ നീയും മോളും ചേർന്നാൽ കാലം കുറെ ജീവിക്കാലോ ആരാരോ വാരിരാരോ വാരാരോ വാരിരാരോ ആരാരോ വാരിരാരോ വാരാരോ വാരിരാരോ അർപ്പോ അർപ്പോ അപ്പോ എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.